മലയാളത്തിൽ ഏറെ പ്രതീക്ഷ നൽകിയ നടിയാണ് ചാർമിള. ചാർമിള ആദ്യമായി അഭിനയിച്ചത് സിബി മലയിൽ ലോഹിതദാസ് മോഹൻലാൽ ടീമിൻ്റെ ധനം എന്ന ചിത്രത്തിൽ. ചിത്രം വലിയ ഹിറ്റായില്ലെങ്കിലും ചാർമിളയുടെ നിഷ്കളങ്ക സൗന്ദര്യം ശ്രദ്ധിക്കപ്പെട്ടു. തങ്കം എന്ന കഥാപാത്രത്തെയാണ് ചാർമിള അവതരിപ്പിച്ചത് ആ ചിത്രത്തിൽ. പിന്നീട് ജയറാമുമൊത്ത് കേളി എന്ന ചിത്രത്തിൽ അവർ അഭിനയിച്ചു. ആ ചിത്രവും വ്യത്യസ്തമായ ചിത്രമായിരുന്നു. ടി വി വർക്കിയുടെ ഞാൻ ശിവൻപിള്ള എന്ന നോവലിനെ ആസ്പദമാക്കി എടുത്ത ചിത്രമായിരുന്നു കേളി. പിന്നീട് അങ്കിൾ മണ്ണിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചു. ചാർമിളയ്ക്ക് മാർക്കറ്റായി. പക്ഷേ സ്വയം കൊണ്ട് ജീവിതം എറിഞ്ഞുടയ്ക്കുന്ന ചാർമിളയാണ് പിന്നീട് കണ്ടത്. ചാർമിള ബാബു ആൻ്റണിയുമൊത്ത് കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു. അറേബ്യ അടക്കമുള്ള ചിത്രങ്ങൾ. ബാബു ആൻ്റണിയുമായി പ്രണയത്തിലായി. ബാബു ആൻ്റണി ചാർമിളയെ തഴഞ്ഞു. ചാർമിള ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥ. കാബൂളിവാല എന്ന ചിത്രത്തിലൂടെ ചാർമിള ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. അതിലെ നായികാവേഷത്തിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി ചാർമിളയുടെ കടന്നുവരവ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചു. പക്ഷേ 2 ചിത്രങ്ങൾ ചാർമിളയെ ചതിച്ചു. ആ ചിത്രങ്ങളിൽ ഒന്ന് കുളിർക്കാറ്റാണ്. കുളിർക്കാറ്റിൽ ചാർമിളയായിരുന്നു നായിക. ഷക്കീല, പിൽക്കാലത്ത് മാദകനവിയായി മാറിയ ഷക്കീല ആദ്യമായി അഭിനയിച്ച ചിത്രവും കുളിർക്കാറ്റാണ്. കുളിർക്കാറ്റിൻ്റെ കഥ പറയുമ്പോൾ അതൊരു ചിത്രമാണെന്ന് ചാർമിള ഒരിക്കലും കരുതിയിരുന്നില്ല. അല്പസ്വല്പം ഗ്ലാമർ കാണിക്കേണ്ട ചിത്രം. ആ ചിത്രത്തിൽ അഭിനയിക്കാൻ ചാർമിളയ്ക്ക് സമ്മതമായിരുന്നു. പ്രത്യേകിച്ചും നായികയായി അഭിനയിക്കാൻ കിട്ടിയ അവസരമാണല്ലോ, 2ാം വരവാണല്ലോ. പക്ഷേ കുളിർക്കാറ്റ് ഒരു അടിമുടി സെക്സ് ചിത്രമായിരുന്നു. ചിത്രമായിരുന്നു. ചിത്രം എന്ന ലേബലിൽ തന്നെയാണ് കുളിർക്കാറ്റ് ഇറങ്ങിയത്. ചാർമിളയുടെ തുടകൾ കാട്ടിയുള്ള പോസ്റ്റർ കുളിർക്കാറ്റിലെ പ്രധാന ഘടകമായി മാറി. ചിത്രം വലിയ വിജയമായി മാറി. പ്രേക്ഷകർ വിചാരിച്ചത്ര ചൂടും ചൂരുമൊന്നും ചിത്രത്തിന് ഇല്ലെങ്കിലും ചാർമിളയുടെ തുടകൾ കാണാൻ മാത്രം പ്രേക്ഷകർ ഇടിച്ചു കയറിയപ്പോൾ കുളിർക്കാറ്റ് വലിയ വിജയമായി മാറുകയായിരുന്നു എന്നതാണ് സത്യം. പിന്നീട് ചാർമിള അഭിനയിച്ചത് മധുരം എന്ന ചിത്രത്തിലാണ്. ആ ചിത്രത്തിൽ ശങ്കറായിരുന്നു നായകൻ. ശങ്കറും ചാർമിളയും ജോഡികൾ. പഴയകാല റൊമാൻറ്റിക് നായകൻ ശങ്കറുമായി അഭിനയിക്കാനുള്ള അവസരം ചാർമിള വേണ്ടെന്ന് വച്ചില്ല. പക്ഷേ അതും ഒരു ചതിയായിരുന്നു. ശങ്കറിനെയും ചാർമിളയെയും നായികനായകന്മാരായി പ്രതിഷ്ഠിച്ച് അതിന് പിറകിൽ രതിരംഗങ്ങൾ നിറച്ച ചിത്രമായിരുന്നു മധുരം. രേഷ്മയും സിന്ധുവും സജിനിയും ഒക്കെ ആ ചിത്രത്തിൽ, ചാർമിളയും ഒക്കെ. ചാർമിളി എന്ന് പറയുന്ന ഒരു തമിഴ് നടി അക്കാലത്ത് സജീവമായിരുന്നു മലയാളത്തിൽ. അവരുമൊക്കെ മധുരത്തിൽ ഉണ്ടായിരുന്നു. ചാർമിളയും ശങ്കറുമായുള്ള രംഗം കുറച്ച് മാത്രം. രേഷ്മയുടെയും സിന്ധുവിൻ്റെയും സജിനിയുടെയും ചാർമിളയുടെയും നഗ്ന രംഗങ്ങൾക്കായിരുന്നു ആ ചിത്രത്തിന് മുൻതൂക്കം. ചാർമിള മനസ്സറിയാതെ ആ ചിത്രത്തിൽ കൊണ്ടുപോയി തലവെച്ചു. ശങ്കർ പിൽക്കാലത്ത് എന്നോട് പറഞ്ഞത് ആ ചിത്രത്തിൻ്റെ കഥ പറഞ്ഞവർ അതൊരു ചിത്രമാണെന്ന് തന്നെ അറിയിച്ചിരുന്നില്ല എന്നാണ്. പക്ഷേ അപ്പോഴേക്കും ഡേറ്റ് കൊടുത്ത് അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. പിന്നീട് തിയേറ്ററിലെത്തിയപ്പോഴാണ് രതിരംഗങ്ങൾ കുത്തിനിറച്ച ചിത്രമാണ് അതെന്ന് മനസ്സിലായത്. അതോടെ ചാർമിള ഒരു ചിത്ര നായികയായി തരം താഴപ്പെട്ടു. ചാർമിളയ്ക്ക് പിന്നീട് രക്ഷയില്ലാതായി മാറി. ചാർമിള ആ ഗർത്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ചാർമിള പിന്നീട് വലിയ ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചില്ല. വിക്രമാദിത്യൻ എന്ന മലയാള ചിത്രത്തിൽ അമ്മ വേഷത്തിലെത്തി ചാർമിള. ഇപ്പോൾ ചാർമിളയുടെ ജീവിതം പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ചാർമിള പല വിവാഹങ്ങൾ കഴിച്ചു. ആ വിവാഹങ്ങളൊക്കെ പരാജയമായിരുന്നു.
ജീവിതത്തിൽ എന്നും ചതിക്കപ്പെട്ട നിഷ്കളങ്കയായ നിഷ്കളങ്കയായ സുന്ദരിയായിരുന്നു ചാർമിള എന്ന് വേണമെങ്കിൽ പറയാം.